ഈ സെഷനിൽ നമ്മൾ ക്യാനി എഡ്ജ് ഡിറ്റക്ടർ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൾറെഡി കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ എഡ്ജ് ഡിറ്റക്ഷൻ ഗ്രേഡിയന്റ് ഓപ്പറേഷൻ വഴിയും ലാപ്ലേഷൻ ഓപ്പറേഷൻ വഴിയും എങ്ങനെയാണ് എഡ്ജ് അല്ലെങ്കിൽ എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ക്യാനി എഡ്ജ് ഡിറ്റക്ഷൻ കേസിൽ നോക്കുന്നതിന് മുന്നേ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇമേജിനകത്തുള്ള എഡ്ജ് പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റർമിൻ ചെയ്തത്. അതുപോലെ ലാപ്ലേഷൻ ഓപ്പറേറ്റർ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഡിജിറ്റൽ ഇമേജിന്റെ. ലാപ്ലേഷൻ ഓപ്പറേറ്ററിന്റെ ആ കിട്ടുന്ന സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇമേജിനകത്തുള്ള ഒരു പിക്സൽ ഡാർക്കർ സൈഡ് ഓഫ് ദി എഡ്ജിലാണോ ലൈറ്റർ സൈഡ് ഓഫ് ദി എഡ്ജിലാണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. അതുപോലെ ലാപ്ലേഷൻ ഓപ്പറേറ്ററിന് രണ്ട് യൂസസ് ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈൻ എക്സ്ട്രീം പോസിറ്റീവും എക്സ്ട്രീം നെഗറ്റീവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഇമാജിനറി ലൈൻ എന്ന് പറയുന്നത് ആ കറക്റ്റ് ആയിട്ട് എഡ്ജിന്റെ സെന്റർ അല്ലെങ്കിൽ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ആ രീതിയിൽ തിക്കർ എഡ്ജസിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ സീറോ ക്രോസിംഗ് പ്രോപ്പർട്ടി എന്ന് പറയും, അത് നമ്മൾ യൂസ് ചെയ്തു. ദെൻ ലാപ്ലേഷൻ ഓപ്പറേറ്ററിന്റെ രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ലാപ്ലേഷൻ ഓപ്പറേറ്ററിന്റെ സൈനിന്റെ കേസ് പറഞ്ഞു. അത് വെച്ചിട്ട് ഒരു പിക്സൽ ഡാർക്കർ സൈഡിലാണോ ലൈറ്റർ സൈഡിലാണോ ലൈ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്നുള്ള കേസും പറഞ്ഞു. ഇനി ലാപ്ലേഷൻ ഓപ്പറേറ്ററിന്റെ രണ്ട് ഡിസഡ്വാൻറ്റേജ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞുതരാം. അത് ഉപയോഗിച്ച് എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള രണ്ട് ഡിസഡ്വാൻറ്റേജ് അത് എന്തൊക്കെയാന്ന് വെച്ചാൽ, അത് ലാപ്ലേഷൻ ഓപ്പറേറ്റർ അതിന്റെ ഒറിജിനൽ ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് കാരണം നോയ്സ് കൂടുതൽ സെൻസിറ്റീവ് ആണ് ലാപ്ലേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലാപ്ലേഷൻ ഓപ്പറേറ്ററിന്റെ സൈനിന് പകരം നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡബിൾ എഡ്ജസ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ന് പറയുന്നത് സെഗ്മെന്റേഷൻ പ്രോസസിനെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്യാനി എഡ്ജ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് വേൾഡിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എഡ്ജ് ഡിറ്റക്ഷൻ പ്രൊസീജിയർ ആണ് ഈ ക്യാനി എഡ്ജ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് ജോൺ എഫ് ക്യാനി എന്ന് പറയുന്ന ആളാണ് അത് കണ്ടുപിടിച്ചത് ഇൻ 1986. അപ്പൊ ആ ക്യാനി എഡ്ജ് ഡിറ്റക്ടറിന് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ സീറോ ക്രോസിംഗ് പ്രോപ്പർട്ടി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ നോക്കിയതാണ്. അപ്പൊ ആ സീറോ ക്രോസിംഗ് പ്രോപ്പർട്ടി ഇൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രേറ്റസ്റ്റ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഡയറക്ഷനിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ക്യാനി എഡ്ജ് ഡിറ്റക്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമല്ല, ക്യാനി എഡ്ജ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റേജ് പ്രോസസ് ആയിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് 4 സ്റ്റേജസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമേജ് സ്മൂത്തിങ് ഓപ്പറേഷൻ, ദെൻ ഡിഫറൻസിയേഷൻ ഓപ്പറേഷൻ, ദെൻ നോൺ മാക്സിമൽ സപ്രഷൻ, ദെൻ ഫൈനൽ വൺ എന്ന് പറയുന്നത് ഹിസ്റ്റീരിസിസ് ത്രെഷോൾഡിങ്. അപ്പൊ ഈ രീതിയിൽ 4 സ്റ്റേജസ് ആണ് ഒരു ക്യാനി എഡ്ജ് ഡിറ്റക്ടറിനകത്തുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന 2 ഡയമെൻഷണൽ ഇമേജ് എഫ് ഓഫ് എക്സ് കോമ വൈനെ ഒരു ഗോസിയൻ കൺവല്യൂഷൻ മാസ്ക് വഴി ആ ഇമേജിനെ ഒന്ന് സ്മൂത്തൻ ചെയ്തെടുക്കുക. ഗോസിയൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇമേജിനെ സ്മൂത്തൻ ചെയ്യുന്നത് കൊണ്ട് രണ്ട് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ സ്മൂത്തനിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ആ ഇമേജിനകത്തുള്ള ഫൈനസ്റ്റ് ആയിട്ടിരിക്കുന്ന ഡീറ്റെയിൽസിനെ ഒന്ന് കൺട്രോൾ ചെയ്തെടുക്കുക, കൂടുതൽ സെഗ്മെന്റേഷൻ നമുക്ക് ഈസി ആവാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിലുള്ള ആ നോയ്സിനെ ഒന്ന് സപ്രസ് ചെയ്തെടുക്കുകയും വേണം. അപ്പൊ ആ രണ്ട് പർപ്പസിന് വേണ്ടി നമ്മൾ ആ ഇമേജിനെ സ്മൂത്തൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സ്മൂത്തനിങ് ചെയ്ത ഇമേജിനെ നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുന്നു. ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ വഴി ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുന്നു. ആ ഗ്രേഡിയന്റ് ഓപ്പറേഷൻ വഴി ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ തന്നെ ആ ഇമേജിനകത്തുള്ള ഹൈ സ്പേഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നോൺ മാക്സിമൽ സപ്രഷൻ ആണ്. നോൺ മാക്സിമൽ സപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഗ്രേഡിയന്റ് ഓപ്പറേറ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടാണ് ആ ഇമേജിനകത്തുള്ള എഡ്ജ് പോയിന്റ്സ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ആ എഡ്ജ് പോയിന്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള റിഡ്ജസ് നമുക്ക് ആ മാഗ്നിറ്റ്യൂഡിനകത്ത് കാണാനായിട്ട് പറ്റും. ഇവിടെ നോൺ മാക്സിമൽ സപ്രഷനിൽ ചെയ്യുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ത്രെഷോൾഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റെഫറൻസ് വാല്യൂവിന് മുകളിലുള്ള റിഡ്ജസിനെ എല്ലാം നമ്മളൊരു അൽഗോരിതം വെച്ച് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ടോപ്പ് ഓഫ് ദി റിഡ്ജസിനെ എല്ലാം. അപ്പൊ ആ അൽഗോരിതം വെച്ച് ടോപ്പ് ഓഫ് ദി റിഡ്ജസിനെ ട്രാക്ക് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിലുള്ളതും ആ ലെവലിന് താഴെയുള്ളതുമായിട്ടുള്ള റിഡ്ജസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ആ റിഡ്ജസിൽ ഇരിക്കുന്ന പിക്സൽസിന്റെ വാല്യൂവിനെ നമ്മൾ 0 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നു. ആ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ട്
ഒരു തിൻ ലൈൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ മാക്സിമം സപ്രഷൻ എന്ന് പറയുന്നത്. ആ നോൺ മാക്സിമം സപ്രഷൻ ചെയ്യുന്നത് രണ്ട് ത്രെഷോൾഡ് വാല്യൂസ് വെച്ചിട്ടാണ്. T1 ഉം T2 എന്ന് പറയുന്ന ത്രെഷോൾഡ് വാല്യൂസ് ആണ്. T1 എന്ന് പറയുന്നത് അപ്പർ ത്രെഷോൾഡും T2 എന്ന് പറയുന്നത് ലോവർ ത്രെഷോൾഡ് വാല്യൂസും ആണ്. ആ ത്രെഷോൾഡ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്നതിനകത്ത് ഹിസ്റ്റീരിസിസ് ത്രെഷോൾഡിങ് എന്നാണ് ആ നാലാമത്തെ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത്. അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നോൺ മാക്സിമം സപ്രഷനും ക്യാരി ചെയ്യുന്നത്. ഇനി ഹിസ്റ്റീരിസിസ് ത്രെഷോൾഡിങ് എന്താന്ന് പറഞ്ഞാല് T1 അപ്പർ ത്രെഷോൾഡ് വാല്യൂ, T2 എന്ന് പറയുന്ന ലോവർ ത്രെഷോൾഡ് വാല്യൂ. അപ്പൊ ആ രണ്ട് ത്രെഷോൾഡ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടോപ്പ് ഓഫ് ദി റിഡ്ജസിനെ ട്രാക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് T1 എന്ന് പറയുന്ന അപ്പർ ത്രെഷോൾഡ് വാല്യൂവിനേക്കാളും ഹയർ ആയിട്ട് നിൽക്കുന്ന ഒരു പിക്സൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു. പിക്സൽ സെലക്ട് ചെയ്തിട്ട് അൽഗോരിതം എന്ന് പറയുന്നത് പിന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അൽഗോരിതം കണ്ടിന്യൂ ചെയ്ത് ടോപ്പ് ഓഫ് ദി റിഡ്ജസ് എല്ലാം ട്രാക്ക് ചെയ്ത് ആ എഡ്ജസിന്റെ ടോപ്പ് ഓഫ് റിഡ്ജസ് എല്ലാം ട്രാക്ക് ചെയ്ത് ലോവർ ത്രെഷോൾഡ് വാല്യൂ T2വിനെക്കാളും ലെസ് ആയിട്ടുള്ള പോയിന്റ് റീച്ച് ചെയ്യുന്നത് വരെ ആ അൽഗോരിതം എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്തിട്ട് ആ T2 എന്ന് പറയുന്ന ലോവർ ത്രെഷോൾഡിനെക്കാളും താഴെയുള്ള റിഡ്ജസിന്റെ കേസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അങ്ങ് കളയുന്നു. ബാക്കി T1 എന്ന് പറയുന്ന അപ്പർ ത്രെഷോൾഡ് വാല്യൂവിന് മുകളിലായിട്ട് നിൽക്കുന്ന എഡ്ജസിന്റെ ആ റിഡ്ജസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഉള്ള എല്ലാ പിക്സലിന്റെ വാല്യൂ 0 എന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ ഒരു തിൻ ലൈൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എഡ്ജസിൽ പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നോയ്സി ആയിട്ടുള്ള റിഡ്ജസ് പല പല സെഗ്മെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ പല പല ഫ്രാഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതിന് ഇത് തടയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെഗ്മെന്റേഷൻ പ്രോസസ്സ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആവും. സെഗ്മെന്റേഷൻ റോങ് ആയി പോകാനുള്ള എല്ലാ ചാൻസസും ഇത് തടയുകയും ചെയ്യും. നമ്മൾ ഈ കാനി എഡ്ജ് ഡിറ്റക്ടറിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആണെന്ന് പറയുന്നത് 3 കാര്യങ്ങൾ വെച്ച് അല്ലെങ്കിൽ 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഇത് എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് width of Gaussian kernel, upper threshold value T1 and lower threshold value T2. ഇവിടെ നമ്മൾ നോക്കേണ്ടത് T1 ന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും T2വിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് നിൽക്കും. ഇനി നമ്മൾ അഥവാ ഈ ഗോസിയൻ കേർണലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വീണ്ടും ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ നോയ്സിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് സെൻസിറ്റിവിറ്റി നോയ്സ് എന്ന് പറയുന്നത് അവിടെ റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല അത് കാരണം ഇമേജിന്റെ ഫൈനസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ ഈ ഗോസിയൻ കേർണലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ഗോസിയൻ കേർണലിന്റെ വിഡ്ത്ത് നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒരു എഡ്ജ് ഡിറ്റക്ഷനകത്ത് ഉണ്ടാവുന്ന ആ ഒരു ലോക്കലൈസേഷൻ എറർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു പക്ഷേ നമ്മൾ അപ്പർ ത്രെഷോൾഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആയിട്ട് വയ്ക്കുക, ലോവർ ത്രെഷോൾഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും ലോ ആയിട്ടും കീപ്പ് ചെയ്യുക, നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി. ഇനി അപ്പർ ത്രെഷോൾഡിന്റെ വാല്യൂ നമ്മൾ ഒരുപക്ഷെ ലോ ആക്കി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അൺഡിസൈറബിൾ ആയിട്ടുള്ള എഡ്ജ് ഫ്രാഗ്മെന്റ്സ് ഔട്ട്പുട്ടിൽ അപ്പിയർ ചെയ്യപ്പെടും. അത് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റ് ആകും. ഇനി ലോവർ ത്രെഷോൾഡിന്റെ വാല്യൂ നമ്മൾ ഹൈ ആക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപക്ഷെ നോയ്സി എഡ്ജസ് ഉണ്ടെങ്കിൽ അത് ഫ്രാഗ്മെന്റ് ചെയ്ത് അതും സെഗ്മെന്റേഷൻ പ്രോസസ്സിനെ കോംപ്ലിക്കേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം നോക്കേണ്ടത് കാനി എഡ്ജ് ഡിറ്റക്ടറിന്റെ ഈ 4 മൾട്ടി സ്റ്റേജ് പ്രോസസ്സസ് ആണ് നോക്കേണ്ടത്. ഇമേജ് സ്മൂത്തൻ ചെയ്യുക ഗോസിയൻ കൺവല്യൂഷൻ ഉപയോഗിച്ചിട്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിഫറൻസിയേഷൻ ഗ്രേഡിയന്റ് ഓപ്പറേഷൻ വഴി പെർഫോം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നോൺ മാക്സിമം സപ്രഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റീരിസിസ് ത്രെഷോൾഡിങ് 2 ത്രെഷോൾഡ് വാല്യൂസ് യൂസ് ചെയ്തിട്ട് സപ്രഷൻ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഇമേജിനകത്ത് ഉള്ള മൾട്ടിപ്പിൾ എഡ്ജസ് എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് വഴിയോ ലാപ്ലേഷൻ ഓപ്പറേറ്റർ വഴിയോ കണ്ടുപിടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് മോസ്റ്റ് പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിറ്റക്ഷൻ എഡ്ജിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള മെത്തേഡാണ് കാനി എഡ്ജ് ഡിറ്റക്ടർ മെത്തേഡ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത സെഷനിൽ നമുക്ക് ഇമേജ് സെഗ്മെന്റേഷൻ ബേസ്ഡ് ഓൺ ഡിസ്കണ്ടിന്യൂറ്റി ആണ് നമ്മൾ കഴിഞ്ഞ സെഷൻസിലെല്ലാം നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഇമേജ് സെഗ്മെന്റേഷൻ ബേസ്ഡ് ഓൺ ഗ്രേ ലെവൽസിന്റെ സിമിലാരിറ്റി വെച്ചിട്ട് എങ്ങനെ സെഗ്മെന്റേഷൻ ചെയ്യും എന്നുള്ളത് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം.